ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ DKR ഹോസ്പിറ്റൽ പാലക്കാട്. പലപ്പോഴും പ്രമേഹ രോഗികൾക്ക് ഒരു സംശയമാണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, പോലെ മധുരക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാവോ എന്നത്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങിനെ സംബന്ധിച്ചാണ്. മധുരക്കിഴങ്ങ് പല കളറുകളിലുണ്ട്. സാധാരണയായിട്ട് പൊളിച്ച് കഴിഞ്ഞാൽ വെളുത്തതും മഞ്ഞയൊക്കെയാണ് കാണുന്നത്. ഈ മധുരക്കിഴങ്ങിൻ്റെ ഒരുപാട് വൈറ്റമിൻ എ, അതുപോലെ ഒരുവിധ എല്ലാ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ഒക്കെയുള്ള, അതുപോലെ ധാരാളം മിനറൽസ്, ധാതു ലവണങ്ങളൊക്കെ ഉള്ളതാണ്. അതിൽ പൊട്ടാസ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, അയേൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അങ്ങനെ ഒരുപാട് മിനറൽസും വൈറ്റമിൻസൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് മധുരക്കിഴങ്ങ്. ഇനി പ്രമേഹമുള്ള ആളുകൾക്ക് മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. മധുരക്കിഴങ്ങിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുക്കിങ്ങിനനുസരിച്ച്, ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്ര വേഗതയിലാണ് മധുരക്കിഴങ്ങ് രക്തത്തിൽ ഗ്ലൂക്കോസിനെ കൂട്ടുക എന്നുള്ളതാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ പ്രമേഹമുള്ള ആളുകൾ മാക്സിമം ഒഴിവാക്കണം. അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അതിൻ്റെ പാചകം ചെയ്യുന്ന രീതി അനുസരിച്ച്, കുക്കിംഗ് മെത്തേഡ് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട്. ഇപ്പം നാം വെള്ളത്തിലിട്ട് വേവിക്കാറുണ്ട്, ആവിയിൽ പുഴുങ്ങിയെടുക്കാറുണ്ട്, ബേക്കിംഗ് ഓവനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മധുരക്കിഴങ്ങ് പാകം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്, ചിപ്സുകളൊക്കെ ആക്കി എടുക്കാറുണ്ട്. ഇതിൽ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോഴാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞു നിൽക്കുന്നത്. പിന്നെ അതുപോലെ ആവിയിൽ വേവിക്കുമ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് ലോ ടു മീഡിയമാണ്, ഒരുപാട് കൂടുന്നില്ല. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന രീതി വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കാം, അതുപോലെ ആവിയിൽ വേവിച്ചിട്ടും കഴിക്കാം. ബാക്കി, അതായത് ഇതിൻ്റെ ചിപ്സുകളൊക്കെ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. പ്രമേഹം ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. പ്രമേഹ രോഗികൾ എന്തായാലും കഴിക്കാൻ പാടില്ല. അതുപോലെ ബേക്ക് ചെയ്തതും പ്രമേഹമുള്ള ആളുകൾ കഴിക്കാൻ പാടില്ല. അതാണ് പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമുക്കറിയാം, ഇതിലൊക്കെ ഉള്ളത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ഷുഗറായിട്ട് മാറും, ഗ്ലൂക്കോസായിട്ട് കൺവേർട്ടഡ് ആവും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നാം എപ്പോഴും ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് രക്തത്തിൽ കൂടുന്ന ഭക്ഷണമാണ് സാധാരണ കഴിക്കുന്നത്. അരിയാണെങ്കിലും ഗോതമ്പായാലൊക്കെ പെട്ടെന്ന് രക്തത്തിൽ ഗ്ലൂക്കോസിനെ കാണുന്നത്, പ്രത്യേകിച്ച് വെളുത്ത വൈറ്റ് റൈസൊക്കെ. അതുകൊണ്ട് നാം കാർബോഹൈഡ്രേറ്റ് ലോഡഡായ ആളുകളായതുകൊണ്ട്, എപ്പോഴും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആളുകളായതുകൊണ്ട്, നാം ഈ മധുരക്കിഴങ്ങ് കഴിക്കുമ്പോൾ ആ നേരം, ഇപ്പോൾ രാത്രിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ആ സമയം മറ്റുള്ള അന്നജങ്ങൾ, അതായത് അരിയുടെയോ ഗോതമ്പിൻ്റെയോ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അതാണ്, നമ്മളിതൊക്കെ ഒന്നിച്ച് വരുമ്പോഴാണ് ഷുഗർ ഹൈ ആയിട്ട് വരുന്നത്. ഇനി ഈ മധുരക്കിഴങ്ങിൽ ഞാൻ ആദ്യം പറഞ്ഞു ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു 100 ഗ്രാം മധുരക്കിഴങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ഗ്രാം ഫൈബർ ഉണ്ട്. ഇത്രയും ഫൈബറുള്ള ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ദഹനത്തിന് വളരെ നല്ലതാണ്. ഈ ഫൈബർ ഉണ്ടാകുമ്പോഴാണ് നല്ല രീതിയിൽ ദഹനം നടക്കുന്നത്. അതുപോലെ ഫൈബർ ധാരാളമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയും, BP കുറയും, ഹാർട്ടിന് നല്ലതാണ്. അതുപോലെ വയറിൻ്റെ ശോധനയൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് ഫൈബർ ധാരാളം കഴിക്കുമ്പോൾ പൊതുവെ വയറിൻ്റെ ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ ഫൈബർ ധാരാളം ഉണ്ട്. ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗതയിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുമല്ലോ, സാവധാനത്തിലേ കൂടുകയുള്ളൂ. പിന്നെ ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് BP കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹാർട്ടിന് നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. പിന്നെ അതിൽ ബീറ്റാ കരോട്ടീൻ ഉണ്ട്, വൈറ്റമിനെ ആയിട്ട് മാറുന്ന ഒരു സാധനമാണ് ബീറ്റാ കരോട്ടീൻ. അത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും തൊലിയുടെ ആരോഗ്യത്തിനും നമ്മുടെ പ്രതിരോധ ശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ നിരന്തരമായിട്ടുണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകൾ, നമ്മുടെ ശരീരത്തിൽ ഓരോ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകൾക്കെതിരെയുള്ള ആൻറ്റി ഓക്സിഡൻസും ഇതിലടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് ക്യാൻസറും അതുപോലെ പ്രായമൊക്കെ ആവുന്നതിന് കാരണമാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. നീർക്കെട്ടിനെതിരെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി സാധനങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള മറ്റൊരു വസ്തുവാണ് ആന്തോസയാനിൻ. അത് പൊതുവേ ഈ കുട്ടികളുടെ ഓർമ്മശക്തിക്കും മെമ്മറി ഇതൊക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ്. പക്ഷേ പ്രമേഹമുള്ള ആളുകൾ ഒരു നിയന്ത്രിച്ച അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് കഴിക്കുന്ന സമയത്ത് മറ്റുള്ള കാർബോഹൈഡ്രേറ്റുകൾ, അന്നജത്തിൻ്റെ അളവ് നല്ലവണ്ണം കുറയ്ക്കേണ്ടതാണ്.